ഇതിൻ്റെ ഈ സൈഡിൽ കൂടെ റോഡാണ്, ഇതാണ്. അതേപോലെ ഫ്രണ്ട് കൂടെ റോഡ്, ഇതാണ്. വീട് അടിപൊളി വീടാണ്, നല്ല വൃത്തിയുള്ള വീടാണ്, കണ്ടോ. 2 നില വീടാണ്. ഓക്കെ, സൈഡൊക്കെ ഒന്ന് കാണാം ആദ്യം. രണ്ട് നില ഒറ്റ വീടാണ് കേട്ടോ. 3000 സ്ക്വയർ ഫീറ്റ് വീടാണ്. 2 ഫാമിലിക്ക് താമസിക്കാം. നേരെ കാണുന്നത് ജുമാ മസ്ജിദാണ്. ഇതാണ്ട അടിപൊളി റാഹത്തുള്ള സ്ഥലമാണ്. പുതുക്കോടാണ്, മാറലാടാണ്. ഇതാണ്ട വണ്ടി നിർത്താനുള്ള സൗകര്യങ്ങളുണ്ട്. മതിൽക്കെട്ടിൻ്റെ ഉള്ളിൽ വണ്ടി കയറ്റി നിർത്താനാണ്. ഒന്നുകൂടി ഷീറ്റ് മേയൊക്കെ ചെയ്ത് നല്ല വൃത്തിയാവും. ഇത് ബാക്ക് സൈഡാണ്. ബാക്ക് സൈഡിൽ ഇത് കുറച്ച് ഷീറ്റ് മേഞ്ഞിട്ട് ഇങ്ങനെ ബാക്ക് സൈഡിൽ ഇറക്കി നിർത്തിയേക്കാണ്. വീട് കിടിലം വീടാണ്. 2 സൈഡും റോഡാണ്. അഞ്ചിൽ കൂടുതലുണ്ട്, പക്ഷേ 5 സെൻറ്റ് സ്ഥലം ആണ് അവർ പറയുന്നത്. അടിപൊളി വീടാണ്. നല്ല തിരക്ക് പിടിച്ച നല്ല റോഡാണ്. നല്ല വീടുകൾ നിറയെ ഉള്ള ഏരിയയാണ്. കണ്ടോ, നിറയെ വീടുകളുള്ള ഒരു ഏരിയയാണ്. തൊട്ടടുക്കുന്നതാണല്ലോ, അതൊരു പേടിയാണ്. ഒന്നിനും ബുദ്ധിമുട്ടില്ലാത്ത ഏരിയ. റോഡിൻ്റെ ആ ഭാഗത്തും നിറയെ വീട്. കണ്ടോ, ഇനി ഞാൻ വീടിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. എന്താണ്, ഇതൊരു ഹാൾ കയറി ഉടനെ ഒരു സിറ്റ് ഔട്ട് പോലെ. കണ്ടോ, മോട്ടർ കണക്ഷനുകളെല്ലാം ഉണ്ട്. പിന്നെ നമ്മളിങ്ങനെ ഒരു ഹാളിലേക്ക് കയറി എല്ലാ സൗകര്യങ്ങളും, ഫാന് അങ്ങനെയുള്ളൊരു സൗകര്യങ്ങൾ. ഈ ഹാളിൽ നിന്ന് നമ്മൾ കൂടി മേലേക്കുള്ളത് കേട്ടോ. നല്ല മാർബിളൊക്കെ വെച്ച് അടിപൊളിയായിട്ടുള്ള ഒരു കോഴി. അതിൻ്റെ സൈഡിൽ ചെറിയൊരു സ്ഥലമുണ്ട്. കേട്ടോ, വല്ല കച്ചറ സാധനങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഡോറും മേലെ ഇതൊക്കെ വെച്ചിട്ട് വിടാം. പിന്നെ അവിടെ നിന്ന് കയറുമ്പോൾ ഇതൊക്കെ നമ്മൾ മാർബിളൊക്കെ ഇട്ടിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ഇവിടെ നിന്ന് കയറുമ്പോൾ ഇതാ വേറൊരു ഹാള്. നല്ല പണ്ടത്തെ മരപ്പണിയാണ് നിൽക്കുന്നത്. കണ്ടോ, നല്ല ക്ലിയറുള്ള അടിപൊളി മരമാണ് ഈ ഹാളിൽ. ഓക്കെ, വേണ്ട പണ്ടത്തെ ജനൽ, വാഷ് ബേസ്, അങ്ങനെ പോകുന്നു. 2ാമത്തെ ഹാളാണിത്. പിന്നെ ഒരു ബെഡ്റൂമാണിത്. ഒരു സൈഡിലത്തെ ഒരു ബെഡ്റൂമാണ്. വേണ്ട, ഇതിലും നല്ല മരങ്ങളാണ് കേട്ടോ. വേണ്ട, ബെഡ്റൂമാണ്. അതങ്ങനെ പോകുന്നു. പിന്നെ ഇവിടെയൊക്കെ നമ്മൾ നല്ല അടിപൊളിയായിട്ട് ടൈല് ചെയ്തതാണ്. വാരാന്തയാണിത്. ഇതിൽ നിന്ന് വേറെ റൂം, ബെഡ്റൂം. ഇപ്പോൾ 2 ബെഡ്റൂമായി. ഇവിടെ വേറെ 3 ബെഡ്റൂം എന്നുണ്ട് വേറെ. പിന്നെ ഇത് വേറെ ബെഡ്റൂം. 1, 2, 3, 4ാമത്തെ ബെഡ്റൂമാണിത്. ഒക്കെ മരമാണ് കേട്ടോ, ഫുള്ള് മരമാണ്. ഒരു നല്ലൊരു സംഖ്യയുടെ മരം തന്നെ ഉണ്ട് ഇതിൽ. ഓക്കെ, 7 ബെഡ്റൂം. അതങ്ങനെയാണ് പോകുന്നത്. ഇത് പിന്നെ കിച്ചനായിട്ട് ഉപയോഗിക്കുന്നു. കിച്ചൺ 7 ബെഡ്റൂമാണ് ഇതിൽ മൊത്തം. നല്ല മരങ്ങൾ ഉള്ള അടിപൊളി ഉണ്ടാകും. ഇത് വർക്ക് ഏരിയമാർക്ക് സാധനങ്ങളൊക്കെ വെക്കാനോ സ്റ്റോർ റൂമുമാർക്ക് സാധനങ്ങളൊക്കെ വെക്കാനുള്ള സൗകര്യം. ഇത് കിച്ചന്, വാഷ് ബേസ് അങ്ങനെയൊക്കെ ആക്കാനുള്ള സൗകര്യം. 7 ബെഡ്റൂമുണ്ട് ഇതിൽ എന്ന് പറയും. വേണ്ട, ഇതൊരു ബാത്റൂം സൗകര്യം. നല്ല വൃത്തിയുള്ളൊരു ബാത്റൂം സൗകര്യമാണ് കേട്ടോ. കുളിക്കാനുള്ള സൗകര്യം ഇതാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ വണ്ടി നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ സൗകര്യപ്പെടുത്തിയിട്ടുള്ള ഈ സ്ഥലത്തേക്ക് വരും. ഓക്കെ, ഇതിലുള്ളത് ഇതാണ്ടോ ഈ ഗേറ്റ്. നമ്മൾ നേരത്തെ കാണിച്ചത് ഈ ഗേറ്റ്. ഇതാ ഈ മതിൽക്കെട്ടോട് കൂടെ ഇങ്ങനെ പൂവടിച്ചോ അതെങ്ങനെ പോയി. ഇത് തിരുമ്പാനുള്ള കല്ല് അങ്ങനെയുള്ള സൗകര്യങ്ങൾ ചെയ്തിരിക്കുകയാണ്. വേണ്ട,
ഇങ്ങനെ മൊത്തം 5 സെൻറ്റ് സ്ഥലത്തോളമുള്ള നല്ല അടിപൊളി, മേൽഭാഗത്ത് നല്ല ഓടിട്ട പെരയാണ്, നല്ല വൃത്തിയുള്ള പെരയാണ്, നിറയെ വീടുകളുള്ള ഏരിയയാണ് കേട്ടോ. 2 സൈഡ് റോഡാണ്. ഇതാണ് ഈ ഹോളിൻ്റെ ഇങ്ങനെ പോകുമ്പോഴുള്ള വ്യൂ ഉണ്ടാവും. നേരെ ഓപ്പോസിറ്റ് കാണുന്നത് വേറെ വീടാണ്, റോഡിൻ്റെ ആ സൈഡാണ് കാണുന്നത്. ഓക്കെ, 1 2 3 റൂം 3ആയി, 4 ഇത് ഹാള് 5 അങ്ങനെ വന്നു. ഇത് സിറ്റ് ഔട്ടാണ്. ഇവിടെ ഇങ്ങനെ ഇരുന്ന റോഡിൻ്റെ മറുപുറത്ത് നിറയെ വീടുകൾ. ഇതാണ്ട കോഴി ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് മേൽഭാഗത്തൊക്കെ. അങ്ങനെ കോഴി ഇങ്ങനെ വളഞ്ഞിങ്ങനെ കയറി വന്ന് കണ്ട. ഇവിടെ അടിയിലൊക്കെ നല്ല അടിപൊളിയായിട്ട് ടൈലും ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് പുറത്തേക്ക് നമ്മൾ ഇറങ്ങുമ്പോഴുള്ള സൗകര്യങ്ങളാണ്. കണ്ടോ, മുകളിലത്തെ സിറ്റ് ഔട്ടാണത്. ഈ സിറ്റ് ഔട്ടിലിരുന്ന നല്ല അടിപൊളി കാറ്റും സൗകര്യങ്ങളാണ്. ഇങ്ങനെ അവിടുന്ന് ഇപ്പോൾ ആ പള്ളി ഇതാ കാണുന്നത്, അതിൽ അത് പള്ളിയാണ്, നേരെ ബാക്കിൽ പള്ളിയാണ് കാണുന്നത്. പിന്നെ കണ്ടോ റോഡ് ഫ്രണ്ടിൽ നല്ല വ്യൂ ആണ്. വൈകുന്നേരത്തൊക്കെ ഇരിക്കുമ്പോൾ നല്ല കാറ്റ് കിട്ടുന്ന സ്ഥലമാണ് ഇത്. മുകളിലെ മുൻവശത്തുള്ള സിറ്റ് ഔട്ടാണ്. അതങ്ങനെ കഴിഞ്ഞാൽ സിറ്റ് ഔട്ടിൽ നിന്ന് ഇങ്ങനെ കഴിഞ്ഞാൽ പിന്നെ താഴത്തേക്ക് ഇറങ്ങിയിട്ട് ഇവിടെ വേറെ ഒരു സിറ്റ് ഔട്ട് മാതിരിയുണ്ട്. പഴയ മോഡൽ വീടാണ്, നല്ല വൃത്തിയാണ്. പിന്നെതാ വീണ്ടും മുകളിലേക്ക് വഴിയുണ്ട് കേട്ടോ, കാണിച്ചു തരാം. അവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മുകളിലാണ് പോയി കാണിക്കുന്നത്. ഒരു റൂം, ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു റൂമാണ്, അലമാറ കാര്യങ്ങളുണ്ട്. അതങ്ങനെ കഴിഞ്ഞ് ഇതുണ്ടോ നല്ല വാർപ്പാണ് കേട്ടോ. ഇത് വാർപ്പ് വീടാണ്. ഇത് നല്ല വൃത്തിയുള്ള നല്ല അത്യാവശ്യം വലിപ്പമുള്ളൊരു ഹാള്. സെൻട്രൽ ഒരു ഭീമ കൊടുത്ത് നല്ല അടിപൊളിയായിട്ട് കെട്ടിയിട്ടുണ്ട്. അതങ്ങനെ വന്നിട്ട് വീണ്ടും ഈ സൈഡിലേക്ക് ഒരു ഹാള് വേറുണ്ട്. എത്ര ജനങ്ങൾക്കും താമസിക്കാം, അത്രയ്ക്ക് വലിപ്പമുള്ള ഇതാണ്. ഇതിൻ്റെ മുകളിൽ ഓടാണ്. ഇതുണ്ടോ, ഇതൊരു റൂമാണ്. ഇതിൽ 2 റൂമായി. പിന്നെ ഇതൊരു റൂമാണ്. ഈ റൂമിൻ്റെ സെൻട്രലായിട്ട് ബാത്റൂം വരുന്നുണ്ട്. ബാത്റൂം എല്ലാ സൗകര്യങ്ങളുള്ള ബാത്റൂം തന്നെയാണ്. ഉണ്ടോ ഉണ്ടോ, കുളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കിച്ചണായിട്ട് ഉപയോഗിക്കുന്ന സംഭവം ഉണ്ടോ. വാഷ് ബേസും എല്ലാ സൗകര്യങ്ങളുണ്ട്. അത്യാവശ്യം സൗകര്യങ്ങളുള്ള മുകളിലെ ഭാഗമാണ് ഇപ്പം കാണിക്കുന്നത്. ഇവിടുന്ന് അങ്ങോട്ടുള്ള കുറച്ച് ഭാഗം മാത്രമേ ഓടുള്ളൂ. ബാക്കിയൊക്കെ ഇതൊക്കെ വാർപ്പാണ് കേട്ടോ. ഇവിടുത്തെ വാർപ്പാണ്. അതായത് പഴയ ഓടിച്ച വീട് അങ്ങനെ നിർത്തിയിട്ട് അടിയിൽ മാത്രം ടെറസ് ചെയ്തിട്ട് അങ്ങനെ ചെയ്തിട്ടാണ്. എന്നല്ല, ഇതൊക്കെ വാർപ്പ് വീടാണ്. നല്ല വലുപ്പമുള്ള ഹാളാണ്, ചെറിയ ഹാളൊന്നല്ല. നല്ല വൃത്തിയിൽ കാവ്യ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ 2 നില കഴിഞ്ഞു.
ഇനി നമ്മൾ വീണ്ടും മുകളിലേക്ക് ഒന്ന് പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന് അറിയാലോ. ഇതിൻ്റെ മുകളിലേക്ക് കയറുമ്പോൾ അതേമാതിരി കോഴിയുടെ താഴത്ത് ഇതേമാതിരി ഒരു ഹോള് വേസ്റ്റ് സാധനങ്ങളൊക്കെ ഇടാനുള്ള സൗകര്യപ്പെടുത്താൻ പറ്റുന്നൊരു സംഭവമുണ്ട് കേട്ടോ. അതങ്ങനെ കഴിഞ്ഞിട്ട് പിന്നെ ഓപ്പൺ ടെറസാണ്. ഇവിടെ നിന്ന് നല്ല സുഖമാണ്, നല്ല സൗകര്യമാണ്. എല്ലാ സ്ഥലവും വീടുകളൊക്കെ കാണാം. നല്ല വ്യൂ ഉള്ള ഏരിയ. പള്ളിയുടെ മുനാരം കാണുന്നുണ്ടല്ലേ. ബാങ്കിൻ്റെ അലയോലി ഇവിടെ താമസിക്കുന്നവർക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അടിപൊളി സ്ഥലം. 2 നില വീടാണ്. പൈപ്പ് സൗകര്യങ്ങൾ അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും. വാട്ടർ ടാങ്ക്, 2 വെള്ള ടാങ്കുണ്ട്. ഈ സൈഡിൽ കിടക്കുന്നത് മാത്രമാണ് ഓഡിറ്ററുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ ടെറസാണ്. 2 വെള്ള ടാങ്കാണ് ഇതിലുള്ളത്. ഇതാണ് ആ വീടിൻ്റെ പരിസരമാണ് കേട്ടോ. നിറയെ വീടുകളാണ്. ബസ് റൂട്ടാണിത്. ഇതാണ്ടാ നിറയെ വീടുകളാണ്. ഒരൊറ്റ സ്വല്പം സ്ഥലം പോലും വേസ്റ്റായിട്ട് കിടക്കുന്നില്ല. ഒക്കെ ഫുള്ള് വീടാണ്. ബിൽഡിങ് വീട്. പള്ളി സ്ഥലമാണ്. നീ കിടക്കുന്ന പള്ളിയുടെ സ്ഥലമാണ് അല്ലേ? ഇവിടെ എന്താണ് നേർച്ചപ്പറമ്പ് പാടം. പാടല്ലേ? 10-40 ആന ഇറങ്ങി നിൽക്കുന്ന സ്ഥലം. ഓ അത് ശരി. അടിപൊളി ഏരിയയാണ്. മിക്ക മുസ്ലിം ഏരിയയാണ്. പള്ളികള്, മദ്രസകള് അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളാണ്. നല്ല